നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിലെ സക്സസ്ഫുള്ളായ കോച്ചുമാരിൽ ഒരാളാണ് സിനദിൻ സിദാൻ. തുടരൻ UCL കിരീടങ്ങളൊക്കെ അദ്ദേഹത്തെ റയലിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. അപ്പോൾ അദ്ദേഹത്തോട് ഇപ്പോൾ സാബിയൊക്കെ പുറത്തായ ഘട്ടത്തിൽ ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്താണ് റയലിലെ കോച്ച് എന്ന നിലയിൽ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഡ്രസ്സിംഗ് റൂമിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ഇത് ഒരു യൂട്യൂബ് ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അവരുദ്ധരിച്ചുകൊണ്ടത് പ്രമുഖ ഫ്രഞ്ച് മാധ്യമം RMC സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, റയൽ മാഡ്രിഡിൽ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്ലെയേഴ്സിൻ്റെ ഡിസ്പോസലിലാണുള്ളത്. നേരെ തിരിച്ചല്ല. അതായത് കോച്ചിൻ്റെ ഡിസ്പോസലിൽ പ്ലെയേഴ്സ് എന്ന രൂപത്തിലല്ല, മറിച്ച് പ്ലെയേഴ്സിൻ്റെ ഡിസ്പോസലിൽ കോച്ച് എന്ന രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും നമ്മളെ ശക്തിപ്പെടുത്തുന്ന കാര്യം. അതായത് നിങ്ങൾ അവിടെയുള്ളത് പ്ലെയേഴ്സിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുക. പ്ലെയേഴ്സിനാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊഫഷനിൽ അധികകാലമൊന്നും നിലനിൽക്കാൻ പറ്റില്ല. സോ നമ്മളെന്തിനാ, കോച്ചുമാരെന്തിനാണ്? സപ്പോർട്ട് ചെയ്യാനാണ്, കളിക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മളത് അവർക്ക് കൃത്യമായ ആ മെസ്സേജ് കൊടുക്കണം. നമ്മൾ അവർക്ക് വേണ്ടിയാണ് അവിടെ ഉള്ളത് എന്നുള്ളത്. സോ ഡ്രസ്സിംഗ് റൂമിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ നിൽക്കണം, അവരുടെ ഭാഗമാവണം. അവർക്ക് വേണ്ടിയാണ് അവിടെ ഉള്ളത് എന്നുള്ള തോന്നലും അവർക്കുണ്ടാക്കണം എന്നാണിപ്പോൾ കോച്ച് സിനദിൻ സിദാൻ വളരെ കൃത്യമായിട്ട് പറയുന്നത്. അതായത് എൻ്റെ രീതി മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയല്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ് ഞാനിവിടെ ഉള്ളത്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനുള്ളത് എന്ന് കളിക്കാരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ എളുപ്പമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. തീർച്ചയായിട്ടും ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവരുണ്ടാവും. പക്ഷേ സിദാൻ അങ്ങനെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടാണ് കിരീടങ്ങൾ നേടിയത്. തുടരൻ കിരീടങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ല, ചാമ്പ്യൻസ് ലീഗിൽ 2016, 2017, 2018. അങ്ങനെ സക്സസ്ഫുള്ളായ കോച്ചാണ് ഈ പറയുന്ന കാര്യം മറക്കരുത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.